السلام عليكم ورحمة الله. نحن درسنا من قبل عن ذات النطاقين وجائزة نوبل وكذلك فتاة العصر. الآن نحن نتعلم الوحدة الرابعة عنوان الطفولة فجر الحياة. കുട്ടികളെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ذات النطاقين ജായിസത്ത് നോബൽ അവസാനം ഒരു പദ്യവും കൂടി നമ്മൾ പഠിച്ചു അല്ലേ. ഫതാത്തുൽ അസ്ർ എന്ന പദ്യവും നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഇന്ന് നമുക്ക് പുതിയ വഹദയാണ് പഠിക്കാനുള്ളത്. അൽ വഹദത്തുർ റാബിഅ ഉൻവാൻ അത്തുഫൂലത്തു ഫജ്റുൽ ഹയാത്ത്. ഇതാണ് അതിൻ്റെ ഹെഡിങ്. അത്തുഫൂല എന്ന് പറഞ്ഞാൽ തുഫൂല എന്ന് പറഞ്ഞാൽ കുട്ടിക്കാലം എന്നാണ് അർത്ഥം. ഫജ്റുൻ എന്ന് പറഞ്ഞാൽ പ്രഭാതം എന്നാണ്. ഫജ്റുൽ ഹയാത്ത് ജീവിതത്തിൻ്റെ പ്രഭാതം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ ആരംഭമാണ് കുട്ടിക്കാലം എന്നാണ്. ഇതിൽ 4 ഭാഗങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നാമത്തത് കം കാനത്ത് ഫർഹത്തി എന്നാണ്. കം എന്ന് പറഞ്ഞാൽ എത്ര, കാനത്ത് ആയിരുന്നു, ഫർഹത്തി എൻ്റെ സന്തോഷം എത്രയായിരുന്നു എന്നുള്ളതാണ്. അടുത്തത് ലൈത്തഹു ദഹബ ഇലൽ മദ്രസ, സ്കൂളിൽ അവന് പോയിരുന്നുവെങ്കിൽ എന്നാണ് അർത്ഥം. അൽ ഔദത്തു ഇലൽ ഹയാത്ത്, ജീവിതത്തിലേക്കുള്ള മടക്കം എന്നാണ്. സുഹൂർ ദുനിയ, ഈ ലോകത്തിലെ പുഷ്പം എന്നാണ് അർത്ഥം. ഇങ്ങനെ 4 ഭാഗങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആദ്യം കം കാനത്ത് ഫർഹത്തി എന്ന് നമുക്ക് ഒന്ന് പഠിക്കാം. നഹ്നു തലമലാൻ കം കാനത്ത് ഫർഹത്തി വല്ലറിൽ കിതാബന്തും هناك أولا نحن نرى صورة رجل. هل تعرف من هذا الرجل؟ من هذا الرجل؟ هذا الرجل കൈലാഷ് സത്യാർത്ഥി. കൈലാഷ് സത്യാർത്ഥി എന്ന് പേരുള്ള ഒരാളുടെ ചിത്രമാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ഇയാൾ ആരാണ്? മൻ ഹാദർ റജുൽ നഹു നാല ജായിസത്ത് നോബൽ, നോബൽ സമ്മാനം കരസ്ഥമാക്കിയ ഒരാളാണ് ഇയാൾ. ജായിസത്തു നോബൽ, നോബൽ സമ്മാനം അല്ലേ. ലിസ്സലാം, എന്തിനു വേണ്ടിയിട്ടാണ് ലഭിച്ചത്? നോബൽ സമ്മാനം കരസ്ഥമാക്കിയത് എന്തിനു വേണ്ടിയിട്ടാണ്? ലിമാ നാല ജായിസത്ത് നോബൽ ലിസ്സലാം, ലിസ്സലാം സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള അല്ലേ. ലിൽ ഹിന്ദ്, ഇന്ത്യയിലെ സമാധാനത്തിന് വേണ്ടിയിട്ട് നോബൽ സമ്മാനം കരസ്ഥമാക്കിയ ഒരാളാണ് ഇയാൾ, കൈലാഷ് സത്യാർത്ഥി എന്ന് പറഞ്ഞാൽ. Please welcome the winner of the 2014 Nobel Peace Prize, Kailash Satyarthi. അസ്സായി, ഇദ്ദേഹം സന്നദ്ധ പ്രവർത്തകനാണ്. ലി സലാമത്തുൽ അത്ഫാൽ, കുട്ടികളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. സലാമത്ത് സുരക്ഷയാണ്. അൽ അത്ഫാൽ കുട്ടികളുടെ സുരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാൾ. മിനൽ അമ്മാല, അമ്മാല എന്ന് പറഞ്ഞാൽ ബാലവേലയാണ്. ബാലവേല എന്ന് പറഞ്ഞാൽ അറിയാലോ, കുട്ടികൾ ജോലി ചെയ്യുന്നത്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ജോലി ചെയ്യരുത് എന്നാണ്. ചെറിയ കുട്ടികളെ കൊണ്ട് ജോലി എടുപ്പിക്കുന്ന പ്രവണത ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിക്കുന്നത് ഇല്ലാതാക്കാൻ വേണ്ടി അതിനുവേണ്ടി പരിശ്രമിച്ച ഒരാളാണ് ആര്? കൈലാഷ് സത്യാർത്ഥി. കാല, ഇദ്ദേഹം പറഞ്ഞു. കാല കൈലാഷ് സത്യാർത്ഥി, കൈലാഷ് സത്യാർത്ഥി പറഞ്ഞു. ഉഖദ്ദിമു, ഞാൻ സമർപ്പിക്കുന്നു. ഹാദ തക്രീം, ഈ ബഹുമതി. തക്രീം ബഹുമതി. എൻ്റെ ഈ ബഹുമതി. ഏത് ബഹുമതി? നോബൽ സമ്മാനം അല്ലേ. ഈ ബഹുമതി ഞാൻ സമർപ്പിക്കുന്നു. ലി കുല്ലി ത്വിഫിലിൻ, ത്വിഫിലിൻ എന്ന് പറഞ്ഞാൽ കുട്ടികൾ, കുട്ടിയാണ് അല്ലേ. ലി കുല്ലി ത്വിഫിലിൻ, എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ട്. യഈഷു, ജീവിക്കുന്നു അവർ, ആ കുട്ടികൾ ജീവിക്കുന്നത്
ഫി ബിലാദിൽ ഹിന്ദ്, ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ബഹുമതി സമർപ്പിക്കുന്നു എന്ന് ആര് പറഞ്ഞു? കാല കൈലാഷ് സത്യാർത്ഥി. മാതാ കാല മുഖദ്ദിമ ഹാദ തഖ്രീർ ലികുല്ലി തിഫ്ലിൻ യഈശു ഫി ബിലാദിൽ ഹിന്ദ്, അല്ലേ? അങ്ങനെയാണ് ഇദ്ദേഹം പറഞ്ഞത്. നമുക്ക് താഴെ ഉള്ള ചോദ്യങ്ങൾ ഒന്ന് പരിശോധിച്ച് നോക്കാം. ഇവിടെ ചോദ്യം നമുക്ക് കാണാം. ഫി അയ്യി മജാലിൻ, ഏത് മേഖലയിലാണ് യഅ്മലു പ്രവർത്തിച്ചത് ഹാദർ റജുലുൽ ഫാദിൽ, ഈ ശ്രേഷ്ഠനായ ഈ പുരുഷൻ, ഈ മഹാനായ ഇദ്ദേഹം ഏത് മേഖലയിലാണ് പ്രവർത്തിച്ചത്? ഏത് മേഖലയിലാണ് പ്രവർത്തിച്ചത്? ലിസലാമത്തുൽ അത്ഫാൽ, അല്ലെ? കുട്ടികളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഇദ്ദേഹം പ്രവർത്തിച്ചത്. മാഹിയ ഹുക്കൂഖുൽ അത്ഫാൽ, മാഹിയ ഹുക്കൂഖ്, അവകാശങ്ങൾ. ഹുക്കൂഖ് മാഹിയ ഹുക്കൂഖുൽ അത്ഫാൽ, കുട്ടികളുടെ അവകാശങ്ങൾ എന്തൊക്കെയാണ്? കുട്ടികൾക്ക് ലഭിക്കാനുള്ള ചില അവകാശങ്ങളുണ്ട്. ഏതൊക്കെയാണത്? ഒന്ന്, അസ്സലാമ, തന്നെ സുരക്ഷ, അല്ല, സുരക്ഷിതത്വം വേണം കുട്ടികൾക്ക്. അതുപോലെ അത്വാം, ഭക്ഷണം കുട്ടികൾക്ക് വേണം, അത്വാം. അതുപോലെ അത്തഇലീം, വിദ്യാഭ്യാസം വേണം കുട്ടികൾക്ക്, അത്തഇലീം, വിദ്യാഭ്യാസം. അപ്പോൾ എങ്ങനെ പറയാം? അസ്സലാമ, അത്വാം, അത്തഇലീം, ഇതൊക്കെയാണ് കുട്ടികളുടെ അവകാശങ്ങൾ. ലിമാ നഹ്തഫിലു ബി ഈദുൽ അത്ഫാൽ കുല്ല സന, ഈദുൽ അത്ഫാൽ മാന ശിശുദിനാണ്. ഈദുൽ അത്ഫാൽ ശിശുദിനം. ലിമാ നഹ്തഫിലു, എന്തിനാണ് നാം ആഘോഷിക്കുന്നത്? നഹ്തഫിലു, നാം ആഘോഷിക്കുന്നു. ലിമ, എന്തിനാണ് നാം ആഘോഷിക്കുന്നത്? ബി ഈദുൽ അത്ഫാൽ കുല്ല സനത്തിന്, എല്ലാ വർഷവും എന്തിനാണ് നാം ശിശുദിനം ആഘോഷിക്കുന്നത്? ശിശുദിനം എപ്പോഴാണ്? മത്ത ഈദുൽ അത്ഫാൽ നവംബർ 14, അല്ലേ? നവംബർ 14 നമ്മൾ ശിശുദിനം ആഘോഷിക്കുന്നത്. എന്തിനാണ് ആഘോഷിക്കുന്നത്? കുട്ടികളുടെ അവകാശത്തെക്കുറിച്ച് ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ട്, അല്ലേ? എങ്ങനെ പറയും? ചോദ്യത്തിലെ ലിമ ഒഴിവാക്കിയാൽ ഉത്തരായി. നഹ്തഫിലു ബി ഈദുൽ അത്ഫാൽ കുല്ല സനത്തിൻ ലിനഅരിഫ ഹുഖൂഖുൽ അത്ഫാൽ, ലിനഅരിഫ ഹുഖൂഖൽ അത്ഫാൽ, കുട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ച് നമുക്ക് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് എല്ലാ വർഷവും നമ്മൾ എന്ത് ചെയ്യുന്നത്? ശിശുദിനം ആഘോഷിക്കുന്നത്. അടുത്തതായി നമ്മൾ പഠിക്കുന്നത് മുഫക്കിറയാണ്. മുഫക്കിറ ഡയറിയാണ്. മുഫക്കിറ അൽ യൗമിയ്യ എന്നൊക്കെ പറയും. ഇവിടെ മുഫക്കിറ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ഹെഡിങ് അതിനുണ്ടാവും. അതിന് തൊട്ട് താഴെയായിട്ട് ഡേറ്റും ഉണ്ട്, അല്ലേ? പിന്നീട് അവൻ്റെ കാര്യങ്ങൾ ഇവിടെ പറയുകയാണ്. ഇത് എഴുതുന്നത് ആരാണ്? ഫുവാദാണ് മുഫക്കിറ എഴുതുന്നത്. കം കാനത്ത് ഫർഹത്തി, നമ്മുടെ പാഠത്തിൻ്റെ ഹെഡിങ് ഇതാണ്, അല്ലേ? കം, എത്ര എന്നാണ് അർത്ഥം. കാനത്ത്, ആയിരുന്നു. ഫർഹത്തി, എൻ്റെ സന്തോഷം. ഫരിഹ എന്ന് പറഞ്ഞാൽ സന്തോഷമാണ്. ഫർഹത്തി, എൻ്റെ സന്തോഷം എത്രയായിരുന്നു? തൊട്ട് താഴെ ഡേറ്റ് കാണാനുണ്ട്. 11/10/2015 എന്ന് കാണാനുണ്ട്, അല്ലേ? കം കാനത്ത് ഫർഹത്തി, എൻ്റെ സന്തോഷം എത്രയായിരുന്നു? ഹീന ദആനി, എന്താ ദആ എന്ന് പറഞ്ഞാൽ വിളിച്ചു അല്ലെങ്കിൽ ക്ഷണിച്ചു എന്നൊക്കെ പറയും. ദആനി, എന്നെ ക്ഷണിച്ചു. ഹീന ദആനി എന്ന് പറഞ്ഞാൽ എന്നെ ക്ഷണിച്ചപ്പോൾ. ആര് ക്ഷണിച്ചു? മൻ ദആ, മുദീറുൽ മുഖാത്വഅ. ആരെ ക്ഷണിച്ചത്? മുദീറുൽ മുഖാത്വഅ, ജില്ലാ കലക്ടർ എന്നെ ക്ഷണിച്ചപ്പോൾ. എന്തിനാ ക്ഷണിച്ചത്? ലിമാ ദആ മുദീറുൽ മുഖാത്വഅ ലിൽ ജുലൂസി അലൽ മസ്റഹി, ജലസ, ഇരുന്നു എന്നാണ് അർത്ഥം, അല്ലേ? ലിൽ ജുലൂസി അലൽ മസ്റഹി, സ്റ്റേജിൽ ഇരിക്കുവാൻ എന്നെ ജില്ലാ കലക്ടർ ക്ഷണിച്ചപ്പോൾ. വംതല കൽബി, കൽബുൻ, ഹൃദയം. കൽബി, എൻ്റെ ഹൃദയം. ഇംതല, നിറഞ്ഞു. ബിൽ മസറ, സന്തോഷം കൊണ്ട്. ബി എന്ന് പറഞ്ഞാൽ കൊണ്ട് എന്നാണ്. ബിൽ മസറ, സന്തോഷം കൊണ്ട് എൻ്റെ ഹൃദയം നിറഞ്ഞു.
ഹീന സ്വാഫഹനി ഷെയ്ക്ക് ഹാൻഡ് ചെയ്തപ്പോൾ, കൈ കൊടുത്തപ്പോൾ. ആരാണ് കൈ കൊടുത്തത്? അൽ വസീറുർ റഈസി അൽ മുക്കറം, ആദരണീയനായ മുഖ്യമന്ത്രി കൈ കൊടുത്തപ്പോൾ സന്തോഷം കൊണ്ട് എൻ്റെ ഹൃദയം നിറഞ്ഞു. ഫാവത്ത് ഐനായ, എൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ബി ബാലിഗിൽ ഫറഹി, ഫറഹി എന്ന് പറഞ്ഞാൽ സന്തോഷമാണ്. ബാലിഗ് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം സന്തോഷം കൊണ്ട് എൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഇന്തമാ ജലസ്തു, ജലസ എന്ന് പറഞ്ഞാൽ ഇരുന്നു, ജലസ്തു ഞാനിരുന്നു. ഇന്തമാ ജലസ്തു ഞാൻ ഇരുന്നപ്പോൾ, അമാമൽ ഹഫ്ലിൽ കരീം മാന്യ സദസ്സിന് മുന്നിൽ, അമാമ മുന്നിൽ, ഹഫ്ല് സദസ്സ്, കരീം മാന്യ സദസ്സിന് മുന്നിൽ ഞാൻ ഇരുന്നപ്പോൾ അല്ലേ, സന്തോഷം കൊണ്ട് എൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അദ്കുറു ഞാൻ ഓർമ്മിക്കുകയാണ്. ദാലിക്കർ റജുലു ആ പുരുഷന്, ദാലിക്കർ റജുല അൽ ഫാളില ആ ശ്രേഷ്ഠനായ ആ പുരുഷനെ ഞാൻ ഓർമ്മിക്കുകയാണ്. ആരാണ് ആ ശ്രേഷ്ഠനായ പുരുഷൻ? ആരാണ്? കൈലാഷ് സത്യാർത്ഥി അല്ലേ, അദ്ദേഹത്തെ ഞാൻ ഓർക്കുകയാണ്. അല്ലദീ ബദല ജുഹൂദഹു, ബദല ചിലവഴിച്ചു, ജുഹൂദഹു അദ്ദേഹത്തിൻ്റെ പരിശ്രമം ചിലവഴിച്ചു. ലി അജലി സആദത്തുൽ അത്ഫാൽ കുട്ടികളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട്, കുട്ടികളുടെ സൗഭാഗ്യത്തിന് വേണ്ടിയിട്ട് പരിശ്രമം ചിലവഴിച്ച ആ മഹാനെക്കുറിച്ച് ഞാൻ ഓർക്കുകയായിരുന്നു. ഒക്കദ്ദിമു ഞാൻ സമർപ്പിക്കുന്നു, ലഹു അവർക്ക്, അദ്ദേഹത്തിന് ഞാൻ സമർപ്പിക്കുകയാണ്. അഭിവാദ്യവും ആശംസകളും ഞാൻ അദ്ദേഹത്തിന് സമർപ്പിക്കുകയാണ്. ഫുആദാണ് ഈ ഡയറി എഴുതിയത്. ഇപ്പോൾ ഫുആദിന് ഈ ബഹുമതി കിട്ടാൻ കാരണം കൈലാഷ് സത്യാർത്ഥിയുടെ ആ പ്രവർത്തനത്തിൽ നിന്നും കിട്ടിയ മോട്ടിവേഷനാണ് അല്ലേ. അങ്ങനെയാണ് ഇദ്ദേഹം ഫുആദ് ഇവിടെ എന്തോ ഒരു പ്രവർത്തി ചെയ്തിട്ടുണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അത് നമുക്ക് പാഠത്തിലേക്ക് വരുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. ഇവിടെ താഴെ 4 ചോദ്യം കാണാം. മൻ ദആ ഫുആദ് ഇലൽ മസ്റഹി, ഫുആദിനെ ആരാണ് സ്റ്റേജിലേക്ക് ക്ഷണിച്ചത്? മൻ ആര്, ദആ ക്ഷണിച്ചു, ഫുആദ് ഇലൽ മസ്റഹി അല്ലെ, ആരാ ക്ഷണിച്ചത്? മുദീറുൽ മുഖാത്വ അല്ലെ. അങ്ങനെ ഉത്തരവുക, ദആ ഫുആദ് ഇലൽ മസ്റഹി മുദീറുൽ മുഖാത്വ എന്നത്. മൻ സ്വാഫ ഫുആദ് ആരാണ് ഫുആദിന് കൈ കൊടുത്തത്? ആരാണ്? ഉത്തരം എങ്ങനെ എഴുതും? സാഫ ഫുആദ് വസീറുർ റഈസിൽ മുക്കറം അല്ലെ, മുഖ്യമന്ത്രിയാണ് കൈ കൊടുത്തത്. ഐന ജലസ ഫുആദ്, ഫുആദ് എവിടെയാണ് ഇരുന്നത്? ജലസ ഫുആദ് അമാമ അഫ്ലൽ കരീം. 4ാമത്തെ ചോദ്യം, ലിമാ ഖദ്ദമ ഫുആദ് അത്തഹിയാത്ത് ലിർറജുലിൽ ഫാളിൽ, എന്തിനാണ് ഫുആദ് ഈ ശ്രേഷ്ഠനായ മനുഷ്യന് അഭിവാദ്യം അർപ്പിച്ചത്? എന്തിനർപ്പിച്ചത്? ലിസ്സാഇ അല്ലെ, സന്നദ്ധ പ്രവർത്തനം ചെയ്തതിനാണ്. ലിസ്സലാമത്തിൽ അത്ഫാൽ, ലിസ്സലാമത്തിൽ അത്ഫാൽ ഇവിടെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. നിങ്ങളൊന്ന് നോക്കിയാൽ കാണുവാൻ സാധിക്കും. ഈ 4 ചോദ്യവും അതിൻ്റെ ഉത്തരവും നിങ്ങൾ നോട്ടിൽ എഴുതണം. മുകളിൽ ഒരു 3 ചോദ്യം വേറെയുണ്ട്, അതും കൂടി നിങ്ങൾ നോട്ടിൽ എഴുതിയിട്ട് എനിക്ക് അയച്ചു തരേണ്ടതാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിൽ എടുക്കാം. മഅസ്സലാം.